അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് പതിവിലും നേരത്തെയാണ് സുരേന്ദ്രൻ വീട്ടിലെത്തിയത്. വന്നു കയറിയപ്പോൾ അയാൾ കാണുന്ന കാഴ്ച സുരേന്ദ്രൻ്റെ അമ്മ രമണി അവൻ്റെ ഭാര്യയുടെ മുഖത്തടിക്കുന്നതാണ്. വെള്ളം ഒഴിച്ചു വയ്ക്കുന്ന ഗ്ലാസ് ജഗ് താഴെ വീണുടഞ്ഞു കിടപ്പുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനമായി കൊണ്ടുവന്നതൊന്നുമല്ല ഇതൊന്നും, കുടുംബം മുടിക്കാൻ കെട്ടിയെടുത്ത മൂദേവി. രമണി മരുമകൾക്ക് നേരെ ആക്രോശിക്കുകയാണ്. അടികൊണ്ട് കവിൾ പൊത്തിപ്പിടിച്ച് വേദന സഹിക്കാനാവാതെ നിൽക്കുകയാണ് രേണുക. നല്ല രണ്ട് വർത്തമാനം തിരിച്ചു പറയാൻ തുടങ്ങുമ്പോഴാണ് അവൾ പടി കയറി വരുന്ന ഭർത്താവിനെ കാണുന്നത്. പറയാൻ വന്നത് വിഴുങ്ങി അവൾ സുരേന്ദ്രനെ നോക്കി. എന്താ അമ്മേ ഇവിടെ? എന്തിനാ അമ്മയെ വിളെ തല്ലിയത്? തെല്ലു ഗൗരവത്തിൽ അവൻ ചോദിച്ചു. കണ്ടില്ലേ നിന്റെ ഭാര്യ ചെയ്തു വെച്ചേക്കുന്നത്? അവളുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊണ്ടുവന്ന പോലെയാണ് ഇവിടുത്തെ സാധനങ്ങൾ ഓരോന്ന് ഉടച്ചു കളയുന്നത്. അത് ചോദിക്കാൻ ചെന്ന് എന്നോട് ഇവൾ തട്ടിക്കയറാൻ വന്നേക്കുന്നു. ഇതൊക്കെ ചോദിക്കാൻ എനിക്കെന്താ അർഹതയെന്ന് കേട്ടപ്പോൾ അറിയാതെ ഒരെണ്ണം കൊടുത്തുപോയി. എൻ്റെ 2 ആൺമക്കളും എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒന്നും മടിക്കും. അപ്പോൾ ഇന്നലെ കയറി വന്നവൾ എൻ്റെ മുഖത്ത് നോക്കി തറുതല പറയാൻ വരുന്നത്. നിന്റെ ഭാര്യയെ അടക്കി നിർത്തിയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവൾ ഇനിയും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഒറ്റ ശ്വാസത്തിൽ രമണി പറഞ്ഞു നിർത്തി. സുരേട്ടാ, അമ്മ വെറുതെ ഓരോ കാര്യവുമില്ലാതെ എന്നെ തല്ലിയത്. അടുക്കളയിൽ നിന്ന് ജഗ്ഗിൽ വെള്ളമായി ഞാൻ വരുമ്പോൾ അമ്മ ശ്രദ്ധിക്കാതെ എന്നെ വന്ന് തട്ടിയപ്പോഴാണ് കയ്യിൽ നിന്ന് ജഗ്ഗ് തറയിൽ വീണ് പൊട്ടിയത്. എന്നിട്ട് ഞാൻ നോക്കി നടക്കാഞ്ഞിട്ടാ പറഞ്ഞു എൻ്റെ മേക്കിട്ട് കയറാൻ വന്നു. അമ്മ വന്ന് എൻ്റെ മേത്ത് തട്ടിയിട്ട ജഗ്ഗ് വീണതെന്നും ഞാൻ ശ്രദ്ധിച്ചു തന്നെയാണ് നടന്നതെന്നും ഞാൻ പറഞ്ഞപ്പോൾ തർക്കുത്തരം പറയുന്നോടി എന്ന് പറഞ്ഞ് എന്നെ തല്ലി. മനഃപൂർവ്വം വന്ന് ഇടിച്ചതാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം അമ്മ എന്നും എന്നോട് വഴക്കിടാൻ ഓരോ കാരണം കണ്ടുപിടിച്ചുകൊണ്ട് വരും. ദേഷ്യത്തോടെ രേണുക ഭർത്താവിനോട് പറഞ്ഞു. ഞാനും കുറച്ചായി ശ്രദ്ധിക്കുന്നു. അവൾ വന്ന് കയറിയപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ നേരമുള്ളൂ. കല്യാണം കഴിഞ്ഞ് മാസമൊന്നും തികഞ്ഞിട്ടില്ല. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഇന്ന് അമ്മ അവളെ അടിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി എൻ്റെ ഭാര്യ ദേഹത്ത് അനാവശ്യമായി കൈവച്ചാൽ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതെ പോകുന്നത്. പിന്നെ ഈ വീട് പുതുക്കി പണിതതും ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളുമൊക്കെ ഞാൻ അധ്വാനിച്ചു വാങ്ങിയതാണ്. അല്ല അതെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതല്ലോ. അതുകൊണ്ട് ഇനി മേലിൽ ഇതുപോലെ ഓരോന്ന് മനഃപൂർവ്വം ഉണ്ടാക്കി അവളുടെ മേക്കെട്ട് കയറാൻ ചെന്നേക്കരുത്. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് കയറി വരുമ്പോൾ ഇത്തിരി മനസ്സമാധാനം തരണം. എനിക്ക് വെറുതെ എൻ്റെ സ്വസ്ഥത കളയാൻ ഓരോന്ന് കാട്ടിക്കൂട്ടരുത്. അമ്മയ്ക്ക് കണക്കിന് കൊടുത്ത ശേഷം സുരേന്ദ്രൻ മുറിയിലേക്ക് പോയി. എൻ്റെ മോനെ വലവീശി പിടിച്ച് എനിക്ക് നേരെ തിരിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായോടി? നോക്കിക്കോ, ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എൻ്റെ പേര് രമണി എന്നല്ല. നിൻ്റെ അഹങ്കാരം തീർക്കാൻ പറ്റുമോയെന്ന് ഞാനും നോക്കട്ടെ. അവർ പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അവൾ വിളിച്ചു. അമ്മയൊന്ന് നിന്നേ. എന്താണെന്ന ഭാവത്തിൽ രമണി അവളെ തുറിച്ചു നോക്കി. പകരം ചോദിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം പൊട്ടിച്ചിട്ട ഈ ചില്ല് ഗ്ലാസ് കഷ്ണം എടുത്ത് കളഞ്ഞേക്കും. മര്യാദയ്ക്ക് ഞാൻ ചെയ്യുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാരണത്തെ അടിക്കണമല്ലേ? കാലിൽ കൊണ്ട് മുറിയുണ്ടെങ്കിൽ വേഗം എടുത്തു കളയുന്നത് അമ്മയ്ക്ക് നല്ലത്. ഇല്ലെങ്കിൽ അത് അമ്മയുടെ മോളും മോൻ്റെയും കാലിൽ തന്നെ തുളച്ചു കയറും. തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് രേണുക മുറിയിലേക്ക് കയറിപ്പോയി. വേറെ നിവൃത്തിയില്ലാതെ രമണി അതെല്ലാം പെറുക്കിയെടുത്ത് കളഞ്ഞു. 1-2 കുപ്പിച്ചില് കയ്യിൽ തറച്ചു കയറി മുറിയുകയും ചെയ്തപ്പോൾ അവരോർത്തു വെറുതെ ഗ്ലാസ് ജഗ്ഗി തട്ടിയോട്ടോട്ട് ഇരുന്നില്ലെന്ന്. സുരേന്ദ്രൻ്റെയും രേണുകയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രേമവിവാഹമായിരുന്നു ഇരുവരുടേതും. രേണുകയുടെ വീട്ടുകാർക്ക് എതിർപ്പില്ലായിരുന്നു. പക്ഷേ സുരേന്ദ്രൻ്റെ അമ്മയ്ക്ക് അനിയൻ സുരേഷിനോടും ഈ ബന്ധത്തിനോട് താല്പര്യമില്ലായിരുന്നു. രമണിയുടെ സഹോദരൻ്റെ മോളെ സുരേന്ദ്രൻ കെട്ടിക്കാനായിരുന്നു അവർക്കിഷ്ടം. അമ്മയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഇളമേഘന് ചേട്ടന് അമ്മയ്ക്കിഷ്ടമില്ലാത്ത വിവാഹം കഴിക്കുന്നതിന് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വെച്ച് ലളിതമായൊരു ചടങ്ങിൽ അമ്മയും അനിയനുമൊന്നും ഇല്ലാതെ തന്നെ സുരേന്ദ്രൻ രേണുകയെ താലികെട്ടി. രേണുകയെയും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണമായിരുന്നില്ല. എങ്കിലും അവരതൊന്നും കാര്യമാക്കിയില്ല. സുരേന്ദ്രൻ സ്വന്തമായി വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. രേണുകയ്ക്ക് ഡേ കെയറിൽ കുട്ടികളെ നോക്കാൻ പോകുന്ന ജോലിയും. അതുകൊണ്ട് രാവിലെ നേരത്തെ പോയി വൈകുന്നേരം നേരത്തെ വരാം. സുരേന്ദ്രന് 10 മണി പോയി വൈകിട്ട് 7 മണിക്ക് വരും. സുരേന്ദ്രൻ്റെ അച്ഛൻ 2 വർഷം മുമ്പ് അറ്റാക്ക് വന്ന് മരിച്ചതാണ്. അനിയന് കൃഷിഭവനിലാണ് ജോലി. അമ്മയുടെ ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമായതുകൊണ്ട് രമണി ഇരുവരോടും മിണ്ടാൻ പോയില്ല. എന്നാൽ എന്തെങ്കിലും കാരണമുണ്ടാക്കി രേണുകയോട് തട്ടിക്കയറാൻ കിട്ടുന്ന അവസരം അവർ പാഴാക്കാറുമില്ല. അങ്ങനെയാണ് ഇന്ന് കൈവാക്കിന് ഒത്തുവന്ന് അവൾ രേണുകയെ മുഖത്തടിച്ചത്. അത് മകൻ കണ്ടുകൊണ്ട് വന്നത് രമണിക്ക് നാണക്കേട് ആയെങ്കിലും അവരത് പുറമേ പ്രകടിപ്പിച്ചില്ല. മരുമകളെ വീട്ടിൽ നിന്നും പുകച്ചു പുറത്ത് ചാടിക്കാൻ രമണി പഠിച്ച വിദ്യ 18 മടവും പയറ്റാൻ തുടങ്ങി. ഒടുവിൽ ഗതികെട്ട് സുരേന്ദ്രൻ അവരോട് വഴക്കിട്ടു. ഇത് എൻ്റെ അധ്വാനത്തിൻ്റെ പുതുക്കപ്പെടുന്ന വീടാണ്. അതുകൊണ്ട് ഇവിടെ എന്നെപ്പോലെ എൻ്റെ ഭാര്യയ്ക്കും അവകാശമുണ്ട്. ഓരോ ഉടായ്പ് കാണിച്ച് അമ്മ അവളെ ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് വിചാരിക്കേണ്ട. മകൻ്റെ ആ പ്രഖ്യാപനം അവർക്ക് നല്ലൊരു തിരിച്ചടിയായിരുന്നു. അതിനുശേഷം രമണിയൊന്ന് ഒതുങ്ങി. അവസരം കിട്ടുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് സുരേഷ് അക്കാര്യം അമ്മയോട് അവതരിപ്പിക്കുന്നത്. അമ്മേ, രമേശ് മാമൻ്റെ മോളെ കെട്ടാൻ എനിക്ക് സമ്മതമാണ്. അമ്മയ്ക്ക് രേഖ ഇവിടെ മരുമകൾ ആയിട്ട് വരണമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അവളെ ഞാൻ കല്യാണം കഴിച്ചാൽ മതിയല്ലോ.
അമ്മായി എങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഏട്ടനോട് പറഞ്ഞ് എൻ്റെ കല്യാണം വേഗം നടത്താൻ അമ്മ പറ. സുരേഷിൻ്റെ വാക്കുകൾ അവർ പുതുജീവനേകി. നീ ആത്മാർത്ഥമായി പറഞ്ഞതാണോ മോനെ? ആ അമ്മേ. എങ്കിൽ വൈകിട്ട് സുരൻ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. വൈകുന്നേരം വർക്ക്ഷോപ്പ് അടച്ചു 7 മണിയോടെ സുരേന്ദ്രൻ വീട്ടിലെത്തി. മോനെ, നമുക്ക് സുരേഷിൻ്റെ കല്യാണം നടത്തേണ്ടേ? അനുനയത്തിൽ രമണി മകൻ്റെ അടുത്ത് നിന്നിരുന്നു. അതൊക്കെ അവൻ്റെ ഇഷ്ടമല്ലേ? അവൻ തന്നെ എന്ന് പറഞ്ഞത് പെണ്ണ് വേറെ ആരുമല്ല, രേഖ തന്നെയാ. ഞാൻ രമേശേട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ ചേട്ടനും രേഖയ്ക്കും സമ്മതമാണെന്ന് പറഞ്ഞു. എങ്കിൽ അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതൊക്കെ അമ്മ എന്തിനാ എന്നോട് വന്ന് പറയുന്നത്? അതുപോലെ നീയല്ലേ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ കല്യാണം നടത്താൻ? അതിന് എൻ്റെ കയ്യിൽ ഇടുന്ന ഇത്രയും പൈസ ലോണൊന്നും എടുത്ത് ബാധ്യത വരുത്തി വയ്ക്കാൻ എനിക്ക് പറ്റില്ല. രേണുക ഗർഭിണിയാണ്. ഞങ്ങൾക്ക് തന്നെ ധാരാളം ഞങ്ങളുടേതായ ചിലവുകളും ധാരാളമുണ്ട്. ഓ, ഇപ്പോൾ അങ്ങനെയാണോ കാര്യങ്ങൾ? അവളുടെ പേരെടുക്കാൻ അവളെ വീട്ടിൽ നിന്ന് പൈസ തരില്ലേ? അതും നീ തന്നെ ചിലവാക്കണോ? എൻ്റെ ഭാര്യയെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും കാര്യം നോക്കാൻ എനിക്കറിയാം. അതിന് വേറെ ആരും സഹായം എനിക്ക് വേണ്ട. സുരേഷ് നിൻ്റെ അനിയനല്ലേ? അച്ഛനില്ലാത്തതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കി നടത്തൽ നീയല്ലേ? നോക്കി നടത്താൻ എനിക്ക് സമ്മതമാണ്. വേണമെങ്കിൽ കുറച്ച് രൂപ ഞാൻ തരാം. അല്ലാതെ എല്ലാ ചിലവും എൻ്റെ തലയിലോട്ടിടണ്ട. അവന് ജോലിയുണ്ടല്ലോ, അവൻ നടത്തട്ടെ അവൻ്റെ കല്യാണം. എൻ്റെ കല്യാണത്തിന് അമ്മയുടെ അനിയൻ്റെ സഹകരണം ഞാൻ കണ്ടതാണല്ലോ. ഇതിപ്പോൾ മാമൻ്റെ മോളായതുകൊണ്ട് കാര്യങ്ങൾ അവർക്കും അറിയാമല്ലോ. സുരേന്ദ്രൻ്റെ മറുപടി അവരെ ചൊടിപ്പിച്ചു. ഒരു മൂദേവി വീട്ടിൽ വന്ന് കയറിയതോടെ കുടുംബത്തിന് സമാധാനം നഷ്ടപ്പെട്ടു. നിന്റെ തീരുമാനം ഇതാണെങ്കിൽ എനിക്കും ചിലത് ചെയ്യാനുണ്ട്. അതും പറഞ്ഞ് രമണി സുരേഷിൻ്റെ അടുത്തേക്ക് പോയി. പിറ്റേ ദിവസം തന്നെ രമണി മൂത്ത മോനോടും മരുമകളോടുമുള്ള ദേഷ്യത്തിൽ വീടും 50 സെൻറ്റ് പുരയിടവും സുരേഷിൻ്റെ പേരിൽ എഴുതി വെച്ചു. സുരേഷ് വീട് പണയപ്പെടുത്തി ആർഭാടമായി കല്യാണം ഒരുക്കങ്ങൾ നടത്താൻ തുടങ്ങി. ഒടുവിലാണ് സുരേന്ദ്രൻ രേണുകയും അക്കാര്യം അറിഞ്ഞത്. എനിക്ക് കൂടി അവകാശമുള്ള വീടും പുരയിടവും അമ്മ എന്ത് ധൈര്യത്തിലാണ് അവനെ എഴുതി കൊടുത്തത്? ഈ വീട് പുതുക്കി പണിത് ഞാനാണ്. പിന്നെ ഈ കാണുന്ന 25 സെൻറ്റ് സ്ഥലം അമ്മയുടെ പേരിൽ വാങ്ങിയിട്ടത് ഞാനാണ്. അതിനൊക്കെ എൻ്റെ കൈവശം തെളിവുകളുണ്ട്. മര്യാദയ്ക്ക് എനിക്കുള്ള ഓഹരി തന്നില്ലെങ്കിൽ ഈ കല്യാണവും നടക്കില്ല. ഞാൻ കോടതിയിൽ കേസും കൊടുക്കും. കുറേ നാളായി എൻ്റെ ചോര വീട്ടിൽ നിങ്ങൾ ജീവിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് അമ്മയുടെ മോൻ്റെ വിചാരം. ഇത്രയും നാൾ ഈ വീട്ടു ചിലവ് നോക്കിയതും ഞാനല്ലേ? അമ്മയുടെ പുന്നാര മോൻ ജോലിക്ക് കയറിയിട്ട് 10 പൈസ വീട്ടിൽ തന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കി ഞാൻ നിങ്ങളുടെ ഇഷ്ടം നോക്കി ഞാൻ ഈ രേഖയെ കെട്ടാത്തോണ്ട് അല്ലേ എന്നോട് ഈ ചതി ചെയ്തത്? ഇപ്പോൾ അമ്മയും മോനും കൂടി രേഖയെ കെട്ടാൻ തീരുമാനിച്ചത് മാമൻ്റെ സ്വത്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവളെ കെട്ടാത്തതിൻ്റെ അമ്മയ്ക്ക് ഇത്ര അമർഷം. അല്ലാതെ ചേട്ടൻ്റെ മോളോടുള്ള സ്നേഹം കൂടുതലല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് തരാനുള്ളത് തന്നേക്ക്. ഇന്ന് തന്നെ ഞാനൊരു രേണുകയും ഇവിടെ വിട്ടു പോവാം. പിന്നെ ഈ വീട് അതിന് എനിക്ക് വേണ്ട, നീ തന്നെ വെച്ചോ. പക്ഷേ വീട് പുതുക്കിയ പണം ഒരാഴ്ചക്കുള്ളിൽ അക്കൗണ്ടിൽ വന്നിരിക്കണം. പിന്നെ ആ 25 സെൻറ്റും പുരയിടവും കല്യാണത്തിന് മുൻപ് തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. സുരേന്ദ്രൻ്റെ ആ പെരുമാറ്റം രണ്ടുപേരെയും ഞെട്ടിച്ചു. ഒന്നും മിണ്ടാതെ ആവശ്യത്തിന് മാത്രം സംസാരിച്ചു. പാവം പോലെ നടന്നവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അവർ അന്നാണ് മനസ്സിലാക്കിയത്. രേണുകയെ വിളിച്ചും കൊണ്ട് സുരേന്ദ്രൻ അന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങോട്ടില്ലാത്ത സ്നേഹം അങ്ങോട്ടും വേണ്ടെന്ന് അയാൾ തീരുമാനിച്ചു.